ഈശ്വർത്താവേ, താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ അങ്ങടിയാക്കിയല്ലോ. എത്രയോ പേർക്ക് ഇല്ലാത്ത ഭാഗ്യം അങ്ങയുടെ വചനം വായിക്കാനും പഠിക്കാനും ദൈവമേ അതിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. യെസ് ലോർഡ്, ഈ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കാം. ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അതിന്റെ അവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് പലരും യേശു കർത്താവിനെ എങ്ങനെ അറിഞ്ഞെന്നാണ് കാണുന്നത്. എനിക്കത് വളരെ ധൈര്യം തോന്നി കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ. അതിൽ ഒരാളെ പ്രത്യേകമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എങ്ങനെയാ കർത്താവ് കണ്ടത്, അദ്ദേഹം എങ്ങനെയാ ചെയ്തത്. നമുക്ക് 1-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. ഇംഗ്ലീഷ് ബൈബിളില് അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ജീസസ് ഫൗണ്ട് ഫിലിപ്പ്. The next day he purposed to go forth into Galilee and he found Philip and Jesus said to him, follow me. കർത്താവ് കണ്ടു. എനിക്കത് വളരെ ധൈര്യം തോന്നി. കാരണം ഫിലിപ്പോസ് ഒരു സാധാരണക്കാരനൊരു മനുഷ്യനാണ്. ഫിലിപ്പോസിനെ പറ്റി ഭയങ്കരമായിട്ട് വലിയ ആളായിട്ടൊന്നും പറയാനില്ല. പക്ഷെ യേശു കണ്ടു. എന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമായിരുന്നു. യേശു കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ അവിടെ വെച്ച് തീരുന്നില്ല. അനുഗമിക്കാൻ പറഞ്ഞു. 43-ാമത്തെ വാക്യത്തിൽ യേശു ഫിലിപ്പോസിനെ കണ്ടത്. 45 വായിച്ചേ. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫിലിപ്പോസിന്റെ റെസ്പോൺസ്, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പ് ഫൗണ്ട് നഥനയേൽ and said to him, we have found him. അതൊന്ന് വായിക്കാം. 45 ഒന്നുകൂടെ വായിക്കാം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരെയും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയാവോ? അല്ലാതെ വലിയ അട്രാക്റ്റീവ് വേർഡ്സ് ഒന്നുമല്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹായെ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നവൻ ആരെ പറ്റി വചനത്തിൽ എഴുതിയിരിക്കുന്നതോ, മോശയും പ്രവാചകന്മാരും ഒരാളെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ആളിനെ കണ്ടെത്തിയിരിക്കുന്നു. ആക്ച്വലി ഈ നഥനയേല് വളരെ സ്കെപ്റ്റിക് എന്ന നഥനയേലിനെ പറ്റി എഴുതിയിരിക്കുന്നത്. അതിൽ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നസ്രയത്തിൽ നിന്ന് വല്ല ഇതൊക്കെ ഇങ്ങനെയുള്ള നഥനയേല് 46-ാം വാക്യത്തില് നസ്രയത്തിൽ നിന്ന് നഥനയേൽ അവനോട് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി ഇത് പറഞ്ഞ് 45-ൽ പറഞ്ഞു തുടങ്ങിയപ്പം ഫിലിപ്പോസിന് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. യോസേഫിന്റെ പുത്രനായ യേശു നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് ആക്ച്വലി ഇച്ചിരി കുളവാക്കിയെന്ന് നമുക്ക് പറയാം. സുവിശേഷം പറഞ്ഞപ്പോഴ് ആദ്യം പറഞ്ഞ കാര്യം നല്ലതായിരുന്നു. പക്ഷെ പിന്നെ നസ്രയത്ത് എന്ന് പറഞ്ഞ നസ്രയത്തിൽ നിന്ന് വല്ലത്. അപ്പൊ ഫിലിപ്പോസ് വിചാരിച്ചു കാണും, അയ്യോ ഞാൻ എല്ലാം കുളവാക്കിയല്ലോ, ഇനി എങ്ങനെ എന്ത് ഞാൻ കൂടുതൽ പറയും. ഉടനെ ഫിലിപ്പോസ് എന്താ പറഞ്ഞെന്ന് അറിയാമോ? ഫിലിപ്പോസ് 46-ന്റെ അവസാനം വായിച്ചേ. ഫിലിപ്പോസ് അവനോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. കം ആൻഡ് സീ, വന്ന് കാൺമീൻ. നമുക്ക് സുവിശേഷം മറ്റുള്ളവരോട് എങ്ങനെ പറയണമെന്ന് പലപ്പോഴും നമ്മൾ വലിയ വാക്ചാതുര്യമുള്ളവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും, വന്ന് കാൺമീൻ. യേശുവിന്റെ അടുത്തോട്ട് വന്ന് കാൺമീൻ. ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ പറയുന്നത്. കം ആൻഡ് സീ. ഇങ്ങനെയാണ് ഫിലിപ്പോസ് തന്റെ ശുശ്രൂഷ തുടങ്ങിയത്. നമുക്കറിയാം നഥനയേലിനെ കർത്താവ് വിളിക്കുന്നതും നഥനയേലിനോട് ഇടപെടുന്നതും നഥനയേലിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അതിനെ കർത്താവിനെ അനുഗമിക്കാൻ നമുക്ക് കാണും. ഞാൻ ആക്ച്വലി ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നഥനയേലിനെ പറ്റിയല്ല, ഫിലിപ്പോസിനെ പറ്റിയാ. ഫിലിപ്പോസിനെ പറ്റി നമ്മൾ പിന്നെയും താഴോട്ട് വായിക്കുമ്പോൾ ഫിലിപ്പോസ് 6-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലാണ് ഇനി ഫിലിപ്പോസിനെ കാണുന്നത്. ഫിലിപ്പോസിന്റെ ഞാൻ ഒരിടത്ത് വായിക്കുമായിരുന്നു, ഇവാഞ്ചലിസം ഇസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ് ഇസ് എ പാഷൻ. ഇവാഞ്ചലിസത്തിനെ പറ്റി പറഞ്ഞാൽ ഇവാഞ്ചലിസം ഒരു പ്രൊഫഷണൽ ജോലി. ഇവാഞ്ചലിസ്റ്റ് എന്ന് ഒരാൾക്ക് പേര് കൊടുക്കുന്നത് കൊണ്ടല്ല ഒരാൾ ഇവാഞ്ചലിസ്റ്റ് ആകുന്നത് അല്ലെങ്കിൽ സുവിശേഷകാരനാകുന്നത്. ഒരു സാധാരണക്കാര മനുഷ്യന് പാഷൻ എന്ന് വെച്ചാൽ തനിക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തയില്ല.
യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും അറിയിക്കണം മറ്റുള്ളവരെ. കാരണം അതിനെപ്പറ്റി അറിയാം. യേശു കർത്താവ് ഇല്ലാതെ പോകുന്നവർ നിത്യനാശത്തിലേക്കാ പോകുന്നത് അറിയാമെന്നുള്ളവർക്ക് മാത്രമേ ആ പാഷൻ വരുള്ളൂ. സോ ഫിലിപ്പ് വാസ് എ പേഴ്സൺ ഓഫ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പുള്ളിയെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഫോർ ഹിം ഇവാഞ്ചലിസം വാസ് എ പാഷൻ. നമുക്ക് ഫിലിപ്പോസിനെ പറ്റി പിന്നെയും വായിക്കാം. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഈ 1-ാം വാക്യത്തിൽ 6-ാം അധ്യായം വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അവരുടെ ആദിമ സഭയില്. അതായത് 1-ാം വാക്യം വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു. യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുവിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച മേശകൾ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യമല്ല. അപ്പം അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഈ ദൈവവചനം പഠിപ്പിക്കുന്നത് വിട്ടിട്ട് വേറെ ഈ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനായിട്ട്, ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് കുറച്ച് പേരെ തിരഞ്ഞെടുക്കണം. ഞാൻ ഓർത്തു, ആ തിരഞ്ഞെടുക്കുന്നതിനകത്ത് വന്നവരെ 7 പേരില് ഒരാളായിരുന്നു ഫിലിപ്പോസ്, വേറൊരാളായിരുന്നു സ്റ്റെഫാനോസ്. നമ്മൾ ഫിലിപ്പോസിനെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അപ്പം ഈ ഫിലിപ്പോസിനെ തിരഞ്ഞെടുത്തപ്പോൾ ഭക്ഷണം മേശകളിൽ എടുത്ത് വിളമ്പി കൊടുക്കാനായി ശുശ്രൂഷ ചെയ്തവരെ ആരാണെന്നറിയാമോ? 3-ാം വാക്യം, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ളവരെയാ തിരഞ്ഞെടുത്ത് അവരെ ഈ വേലയ്ക്കാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് 5-ാം വാക്യം, ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. 6-ാം വാക്യം, അപ്പോസ്തലന്മാരുടെ മുമ്പാകെ അവരെ വരുത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. എങ്ങനെ ഏത് വേലയിലാണ് കർത്താവ് നമ്മളെ ആദ്യം കണ്ടു, അത് കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളെ ഒരു വേലയിലാക്കുക. അതിൽ ഒരു വേലയും കുറഞ്ഞ വേലയല്ല. ഞാൻ എപ്പോഴും അത് ആലോചിക്കും. നമ്മൾ ചിലപ്പം ഏറ്റവും വലിയ ഒരു ഓഫീസിലെ ഒരു സ്ഥാപനത്തിൽ പോയാൽ അതിന്റെ MD ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ പ്യൂണോ ചൗക്കിദാറോ ആയിരിക്കും, അല്ലെങ്കിൽ ആരും കാണാതെ ആക്ച്വലി ആ കിച്ചണിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വിളമ്പി കൊടുക്കുന്നവരായിരിക്കും. അതില് ആത്മാവും സാക്ഷ്യവും ഉള്ളവർ, നല്ല സാക്ഷ്യമുള്ള ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യം, ഇത് മാത്രം മതി. മാത്രമല്ല കർത്താവിനെ പറ്റി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടൊരു പാഷൻ. അപ്പൊ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നാ അവര് വായിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യമാണ് 7-ാം വാക്യം, ദൈവവചനം പരന്നു. ഇങ്ങനെ അവർ ചെയ്തപ്പോൾ ദൈവവചനം പരന്നു. അതിന്റെ ഭാഗ്യമാണ്. ഇനി ബാക്കി നമുക്ക് വായിക്കാം. ഫിലിപ്പോസിനെ പറ്റി തുടരാം. ഫിലിപ്പോസിനെ പറ്റി നമ്മൾ വായിച്ചല്ലോ എന്താ സംഭവിച്ചതെന്ന്. കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം വലിയ പ്രശ്നമായി, ഒത്തിരി പേഴ്സിക്യൂഷനായി. അതായത് കർത്താവിനെ പറ്റി അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാത്താന് സഹിക്കുന്നില്ല, പലരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ശൗലിന്റെ കാര്യമായി 8-ാം അധ്യായത്തിൽ വായിക്കാം. 8-ാം അധ്യായത്തിലോട്ട് നമുക്ക് വരാം. 8-ാം അധ്യായം 1-ാം വാക്യം, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അത് മുഴുവൻ നമുക്ക് താഴോട്ട് വായിക്കാം. 5-ാം വാക്യം വരാം. അപ്പൊ ഈ ഫിലിപ്പോസ് ആ കൂട്ടത്തിലുള്ളവരാ, ചിതറിപ്പോയി ഉപദ്രവ നിമിത്തം. 5-ാം വാക്യം, 4-5 ചിതറിപ്പോയവർ വചനം സുശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ഇപ്പൊ കണ്ടില്ലേ, ആദ്യം ഫിലിപ്പോസിനെ കർത്താവ് കണ്ടപ്പോൾ, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കർത്താവ് കണ്ടു. ഉടനെ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. സ്കെപ്റ്റിക് ആയിട്ടുള്ള നഥനയേലിനെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു. നഥനയേൽ കർത്താവിന് ശിഷ്യനായി തീർന്നു. അത് കഴിഞ്ഞ് ഫിലിപ്പോസിനെ ഭക്ഷണം എടുത്തു കൊടുക്കാനായിട്ട് സഭ കൂടി തീരുമാനിച്ചു. അവൻ സന്തോഷത്തോടെ അതിന് കീഴടങ്ങി. കാരണം അവൻ ആത്മാവ് നിറഞ്ഞപ്പോഴാണ് ഒരു വേലയും കുറഞ്ഞതല്ല, എന്ത് ചെയ്യാനും തയ്യാറായി കർത്താവിനെ പ്രസംഗിക്കാൻ. അത് കഴിഞ്ഞ വലിയൊരു പെർസിക്യൂഷൻ വന്നു. അപ്പോൾ എല്ലാരും ചിതറിപ്പോയി. ഫിലിപ്പോസ് എന്ത് ചെയ്തു? എനിക്ക് ഫിലിപ്പോസിന്റെ ആ ഒരു 8-ാം അധ്യായത്തിന്റെ നമ്മളൊക്കെ പലപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ഇവിടെ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുക. ഫിലിപ്പോസ് എങ്ങനെ ശമരിയയിൽ എത്തിയെന്ന വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം 5-ാം വാക്യം. Philip went down to the city of Samaria and began proclaiming Christ to them. അതായത് ഫിലിപ്പോസ് ഒത്തിരി വെയിറ്റ് ചെയ്തില്ല. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഓക്കെ, അടുത്ത ശമരിയയിൽ ഞാൻ പോട്ടെ. നമ്മളാന്ന് പലപ്പോഴും അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യും, എവിടെ പോകേണ്ടതെന്ന് അറിയാതെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക. അങ്ങനെയല്ല. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. ആരും പറഞ്ഞയച്ചിട്ട്, ഇപ്പൊ വന്നപ്പം ആരും പറഞ്ഞയച്ചിട്ടില്ല. മറ്റേത് അവർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ. പക്ഷെ ഇപ്പൊ എന്തോ ഫിലിപ്പോസിന് മനസ്സിലായി ഒന്നിനും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഫിലിപ്പ് വെന്റ് ഡൗൺ ടു ദ സിറ്റി.
നമ്മളെ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മൾ എത്ര പേരെ കർത്താവെ എവിടോട്ടാ എന്നെ അയക്കേണ്ടത്, എവിടോട്ട് ഞാൻ പോകാം, എവിടെ പോയാലും എവിടെയാണ് ആൾക്കാർ കർത്താവിനെ അറിയാത്തവര്, അവരുടെ അടുത്തോട്ട് പോകാൻ ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, പ്രോ ആക്റ്റീവായിട്ട് ഇരുന്നാലേ കർത്താവ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 6-ാം വാക്യം കണ്ടോ, ഫിലിപ്പോസ് എന്ന് ശമര്യ പട്ടണത്തിൽ പ്രസംഗിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? 6-ാം വാക്യം, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവരെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. നീ ആലോചിച്ച് നോക്കി, ഒരു ഫിലിപ്പോസ് റെഡി ആയപ്പോൾ ശമര്യയിൽ ചെല്ലാൻ തനിയെ പോയ ആരും കൂടെ ഇല്ലായിരുന്നു. റെഡി ആയപ്പോൾ കർത്താവ് ചെയ്ത അതേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു മനുഷ്യൻ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ വലിയ സന്തോഷം ഉണ്ടാവാനുള്ള കാരണമായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഫിലിപ്പോസ്. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് ഫിലിപ്പോസിനെ പറ്റി വായിക്കാം. അപ്പൊ അവിടെ വളരെ വലിയ സന്തോഷം ഉണ്ടായി. ഈ 12-ാം വാക്യം വായിക്കാം. 12. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കുന്ന കണ്ടോ? ഓ ശരി, എന്നാ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് മാറി നിൽക്കുമല്ലോ പുരുഷാരൻ. ഒരു മനുഷ്യനെ കൊണ്ട് കർത്താവിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു പുതിയ സ്ഥലത്തോട് ചിലപ്പോൾ നമ്മളെ ദൈവം അയക്കുമായിരിക്കും. ദൈവം പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ദൈവമായി. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ദൈവം സന്തോഷമായി. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരു സ്ഥലത്തായിരുന്നു, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ലാസ്റ്റ് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന വളരെ സന്തോഷമായിട്ട് ദൈവവേല ചെയ്യുമായിരുന്നു. അപ്പൊ കർത്താവ് അവിടുന്ന് മാറ്റി പറിച്ച് വേറെ സ്ഥലത്തോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ കാരണം കർത്താവ് പറഞ്ഞു, അവിടുത്തെ ആൾക്കാർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, നീ പറയാൻ റെഡിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിടുന്നത്. നിനക്ക് ഇച്ചിരി പാടായിരിക്കും, ഇച്ചിരി ദൂരം നടന്ന് സഞ്ചരിച്ച് പോണായിരിക്കും, പക്ഷെ ഞാനാ നിന്നെ വിടുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അനേകർ വിശ്വസിച്ചു, സ്നാനം ഏറ്റവും നമ്മൾ വായിക്കുന്നത് കർത്താവിനെ വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോ എന്തുപോയി, ഞാൻ ആ ഭാഗം ഇപ്പൊ വായിക്കുന്നില്ല. ഒരു 14 തൊട്ട് 24 വരെ വളരെ ഡിസ്കറേജിങ് ആയിട്ടൊരു കാര്യം ഉണ്ടായി. കാരണം അവിടെ ഷിമോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്നാനം ഏറ്റു. പക്ഷെ അത് കഴിഞ്ഞ് അത് വലിയൊരു പ്രശ്നത്തിലോട്ട് മാറി. അത് നമ്മൾ വായിക്കുന്നില്ല. ഇനി ഫിലിപ്പോസിനെ പറ്റി നമുക്ക് വായിക്കാം. അങ്ങനെ ഫിലിപ്പോസിന് ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. പലപ്പോഴും നമ്മളും ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ വളരെ ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും. 26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, ഞാൻ എന്റെ മനസ്സിൽ ഇത് വന്നത്, കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തയ്യാറായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ കാണുന്നത്. അതായത് നമ്മൾ അങ്ങനെ ഇരുന്നാൽ മാത്രമേ, അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിനോടും ദൈവത്തിന്റെ ആത്മാവിനോടും സെൻസിറ്റീവ് ആയിട്ടിരിക്കണം. അതായത് ഞാനൊരു ഭാഗത്ത് വായിക്കുമായിരുന്നു, ടു ബി റെഗുലർ ഇൻ ഡിവോഷൻ is the greatest achievement and the easiest failure. അതായത് ശബ്ദം കേൾക്കാനായിട്ട് ദൈവം മുമ്പിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇന്നലത്തെ ദിവസത്തില് എത്ര കർത്താവിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റി? അത് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റുമാണ്, ഈസിയസ്റ്റ് ഫെയിലിയറുമാണ്. അതായത് നമ്മൾ ബാക്കി എല്ലാം ചെയ്യും. നമ്മൾ വാട്സാപ്പിൽ ഒത്തിരി പേർക്ക് മെസ്സേജ് റിപ്ലൈ അയക്കും. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഓക്കെ അവരെ എൻകറേജ് ചെയ്യണമെന്ന്. പക്ഷെ കർത്താവ് എന്നെ പറ്റി ആലോചിക്കുന്നത് എന്തുവാ? കർത്താവിന്റെ സന്ധിയിൽ ഇരിക്കാനാ. കർത്താവിന്റെ സന്ധിയിൽ ഞാൻ ഇരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഇൻ മൈ ലൈഫാ. പക്ഷെ ഈസിയസ്റ്റ് ഫെയിലിയറുമാ, ഏറ്റവും എളുപ്പം പരാജയം വരുന്ന ഒരു കാര്യവുമാ. എന്നാൽ ഫിലിപ്പോസ് അങ്ങനെ ഇല്ലായിരുന്നു. ഫിലിപ്പോസ് റെഡി ആയിരുന്നോണ്ട് എന്ത് പറ്റി? 26-ാം വാക്യം, കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു. ഉടനെ അവൻ പോയി എന്നായിരിക്കുന്നത്. ഫിലിപ്പോസിന്റെ ഒബീഡിയൻസ് ആണ് 26-ാം വാക്യത്തിൽ വായിക്കുന്നത്. 27 വായിക്കാം. 27, അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്യം ഷണ്ണനും മഹാനും, ബാക്കി കാര്യം നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വായിക്കുന്നത്, തേരിൽ പോവാം. അപ്പം 29-ാം വാക്യം, ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അത് ഒത്തിരി ചിന്തിപ്പിച്ചു. എനിക്ക് ഓർക്കുമ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആത്മാവ് എന്തോ പറഞ്ഞ നടക്കാന്ന. പക്ഷെ 30-ാം വാക്യത്തിൽ ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ നടക്കാൻ പറഞ്ഞിട്ട് ഫിലിപ്പോസ് ഓടി. നമ്മൾ നമ്മുടെ ക്ഷീണവും പ്രയാസവും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണോ? അതോ കർത്താവ് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറയുമ്പോൾ, കർത്താവ് നടക്കാൻ പറയുമ്പോൾ നമ്മൾ ഓടാൻ റെഡിയാണോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. നമ്മുടെ സുഖങ്ങൾ മാറ്റി വെച്ചിട്ട്
ഓക്കെ, അവിടെ പോയാൽ ചില ആൾക്കാരോട് എനിക്ക് കർത്താവിനെ പറ്റി പറയാൻ പറ്റുമായിരിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ഓടുവാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഫിലിപ്പോസ് ഓടിയപ്പോൾ എന്താ പറ്റിയത്? ആക്ച്വലി നമുക്കറിയാം, താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ 35 ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഈ സുവിശേഷം നമുക്ക് അറിയിപ്പാനായിട്ട് കർത്താവ് ഏറ്റവും ആഫ്രിക്കയിലെ എത്യോപ്യയിലെ ഒരു ഷണ്ണൻ, ഒരു വലിയ പോസ്റ്റിലുള്ള മനുഷ്യനാ. നമുക്കറിയാം, ഈ മനുഷ്യൻ ഫൈനലി കർത്താവിനെ അറിഞ്ഞു. തിരിച്ച് അവന് ആഫ്രിക്കയിലോട്ട് പോയി. ഒരു കോണ്ടിനെന്റിന്റെ, ഒരു വലിയൊരു രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ തുടക്കം ഈ ഷണ്ണനാ. അതിന്റെ കാരണം ഫിലിപ്പോസ് എഴുന്നേക്കാൻ വില്ലിങ് ആയിരുന്നു, നടക്കാൻ വില്ലിങ് ആയിരുന്നു, ഓടാൻ വില്ലിങ് ആയിരുന്നു. നമ്മൾ അങ്ങനെയാണോ? അത് നമ്മൾ മടി പിടിച്ചോ ഇത്രയും ദൂരം പോകാനൊന്നും എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുവാണോ ചെയ്യുന്നത്? എന്റെ അടുത്ത് ആരെങ്കിലും വന്നാല് ഞാൻ കർത്താവിനെ പറ്റി പറയാം, അങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത്? അവിടെ ചെന്ന് ഈ ഫിലിപ്പോസിനോട് പറഞ്ഞപ്പോഴ് മുഴുവൻ സുവിശേഷവും ആ ഒരു സമയത്ത് പറയണം, കാരണം അത്ര പാഷനേറ്റ് ആയിരുന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദൈവം ആ ഷണ്ണന്റെ ഹൃദയത്തെ തുറന്നു. 36 അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറയും. ഇങ്ങനെ ചിന്തിക്കാൻ വയ്യ, ഇങ്ങനെ കാര്യം. അത്രയ്ക്കും അദ്ദേഹം, ഫിലിപ്പോസ് ആത്മനിറവുള്ള ഒരു മനുഷ്യനായിരുന്നു. ആദ്യം നമുക്കറിയാം, നഥനയേലിനെ കൊണ്ടുവന്നപ്പോൾ ഒക്കെ ഇച്ചിരി കുളവാക്കിയാ പറഞ്ഞത്. സുവിശേഷ കർത്താവിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, നസ്രത്തിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നഥനയേൽ തിരിഞ്ഞു, ഓ നസ്രത്തിൽ നിന്ന് നന്മയാ വരുന്നത്. ഇവിടെ കണ്ടോ, കർത്താവിനെ കൂടെ ജീവിച്ചപ്പോൾ, കർത്താവിന്റെ സന്ധിയിൽ ഇരുന്നപ്പോൾ, കർത്താവിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഷണ്ണൻ ഇങ്ങോട്ട് ചോദിക്കുക, സ്നാനം എടുക്കുന്നതിന് എനിക്ക് എന്താ തടസ്സമെന്ന്. 39 അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. എന്തൊരു വലിയ സാക്ഷ്യമായത്! അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണെങ്കിൽ പലപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ പ്രൈസ് ചെയ്താൽ നമ്മൾ അങ്ങനെ തന്നെ അവിടെ നിൽക്കും. ശരി, ഷണ്ണന്റെ താങ്ക്സോ ഷണ്ണന്റെ ഒന്നും കേൾക്കാൻ നിന്നില്ല. ആത്മാവ് എവിടെ പോവാൻ പറഞ്ഞു എടുത്തുകൊണ്ട് പോയി. 40 വാക്യം, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിലെത്തി. ഈ എത്ര വലിയൊരു എക്സാമ്പിൾ ആയി ഫിലിപ്പോസിന്. ഒത്തിരി വലിയ അറിവും കാര്യങ്ങളും പ്രാപ്തിയും ഒന്നുമില്ല. ആ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വായിച്ചത്, 1-ാം അധ്യായത്തിൽ 43 വായിച്ചത്, കർത്താവ് ഫിലിപ്പോസിനെ കണ്ടുപിടിച്ചു. ഹി ഫൗണ്ട് ഫിലിപ്പ്. ഉടനെ ഫിലിപ്പോസ് പോയി നഥനയേലിനെ കണ്ടുപിടിച്ചു. ഞാനത് എത്ര എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. 8-ാം അധ്യായത്തിന്റെ ഈ ഫിലിപ്പോസിന്റെ സംസാരത്തിന്റെ വിഷയം, ഈ അപ്പോസ്തലർ 8:5 എന്തോ പറയുന്നത്, ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. 35-ാം വാക്യത്തില് ഷണ്ണനോട് പറയുമ്പോൾ ഫിലിപ്പോസ് തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. എവിടെ പോയാലും ആരോട് സംസാരിച്ചാലും ക്രിസ്തുവിനെ പ്രസംഗിക്കണം. നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തു എന്നുള്ള വാക്ക്, എന്നുള്ള ആ കാര്യം, യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, തിരുവഴുത്തുകൾക്ക് മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസസ് അല്ല. എന്റെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല വേറൊരു ആളുടെ ജീവിതം. ഞാൻ ഇന്നലെ ഒരു പരീക്ഷയ്ക്ക്, MBBS ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് ഒരു പേപ്പർ കിട്ടാത്ത ഒരു മോളോട് സംസാരിക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, അവളെ എന്റെ ജീവിതത്തിൽ പണ്ട് തോറ്റിട്ടുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റും. ഞാനത് പറഞ്ഞു. പക്ഷെ ജയിച്ച ആളോട് തോറ്റ ഒരാളോട് ജയിച്ച ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കുറച്ചധികം സംസാരിക്കായിരിക്കും. പക്ഷെ പറയാൻ പറ്റുന്നത് സുവിശേഷമായി യേശു ക്രിസ്തുവിനെ. ചിലപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വന്ന് സുഖമായി കാണുമായിരിക്കും, ചിലർക്ക് ക്യാൻസർ വന്ന് സുഖമായി കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് എക്സ്പീരിയൻസസ് വെച്ചല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് പറയാൻ പറ്റുന്നത് ഫിലിപ്പോസ് കറക്റ്റായിട്ട് ചെയ്ത പോലെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ ആധാരമായിട്ടുള്ള സുവിശേഷം പ്രസംഗിച്ചു. ഇത് നമുക്ക് ബോൾഡായിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒത്തിരി വലിയ വില കൊടുക്കേണ്ടി വരും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം കണ്ടിന്യൂസ് ആയി പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ മേലധികാരി പറഞ്ഞു, ഇനി ഇവിടെ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞു. ആ ജോലി അന്ന് റിസൈൻ ചെയ്ത് എഴുതി കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിനെക്കാട്ടിലും വലിയ അവസരങ്ങൾ ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ആ മേശയുള്ള സുവിശേഷം പെർസിക്യൂഷൻ വെച്ച് വന്നപ്പോൾ ഫിലിപ്പോസ് ശമരിയയിലേക്ക് തന്നെത്താനെ പോയി, ദൂരെയുള്ള സ്ഥലത്ത് പോയി. അവിടെ വന്ന് ഒരു വലിയ കോണ്ടിനെന്റ്, ദൈവത്തിന് ഒത്തിരി വലിയ വലിയ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഡിസ്കറേജ്മെന്റ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, കാരണം വിശ്വസിച്ച ഒരാൾ തിരിഞ്ഞുപോയി. പക്ഷേ ഫിലിപ്പോസ് കണ്ടിന്യൂ ചെയ്ത്, കാരണം നമുക്ക് പറയാനാ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഹൃദയങ്ങളിൽ വേല ചെയ്യുന്നതും ആൾക്കാരെ രൂപാന്തരപ്പെടുന്നത് കർത്താവാ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ ഫിലിപ്പോസിന്റെ
ജീവിതം എന്നെ ആകർഷിച്ചതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ആഗ്രഹിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. നമ്മളെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുന്നത്. നമ്മുടെ ജോലിയാണ് വേറൊരു നഥനയേലിനെ കാണാന്, വേറൊരു മേശയിൽ ശുശ്രൂഷ ചെയ്യാന്, ശമരിയയിൽ പോവാന്, കർത്താവ് ഒന്ന് നടക്കാൻ അങ്ങോട്ട് ചേർന്ന് രഥത്തിനോട് ചേർന്ന് നടക്കാൻ പറയുമ്പോൾ കർത്താവിന്റെ നമ്മുടെ ജോലിയാണ് ഓടാൻ കർത്താവിന് വേണ്ടി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിച്ച് വചനം അവസാനിപ്പിക്കാം. പ്രാവശ്യം കൂടെ അങ്ങനെ വചനം കേൾക്കാൻ നമ്മുടെ സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. കേൾപ്പിച്ച നല്ല വചനം കാശ് കർത്താവേ. ഞങ്ങൾ പലപ്പോഴും അങ്ങയെക്കുറിച്ച് പറയാൻ അല്പം മടിയുള്ളവരും ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ജീവിക്കുന്നവരുമായിത്തീരുന്നു. കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേട്ട വചനം ഫിലിപ്പോസിനെ പോലെ കേട്ടത് മറ്റുള്ളവരോട് പറയുവാനും ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള ആ മനസ്സ് കാണിച്ച ആ കേൾവി ഞങ്ങളെ കർത്താവെ കൂടുതലായിട്ട് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ അറിയിക്കാനുള്ള കടമ ഞങ്ങൾക്കുണ്ടല്ലോ കർത്താവെ. പലപ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് കുറവുണ്ട് സമ്മതിക്കുന്നു കർത്താവെ. ഇന്ന് ഇത്രയും പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ട് സ്തോത്രം. കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീർന്നുകൊണ്ട് സ്തോത്രം. ഇനിയും കേൾക്കുന്നവർക്കും അത് അനുഗ്രഹമായി തീരുവാനും കേട്ട വചനം ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ പ്രായോഗികത ആക്കി തീർക്കുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. മായ്ക്ക് വചനം കൊടുത്തോണ്ട് സ്തോത്രം. ഇപ്പൊ ഞങ്ങൾ പിരിയുന്ന കർത്താവ് പിരിയാത്ത സ്ഥാനത്ത് നിറയ്ക്കണം, കുറവുകളൊക്കെ അങ്ങ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം എല്ലാവരെയും താഴ്മ വളർത്തണമേ. ആമേൻ. Praise the Lord.